ഹൗസ് എങ്ങനെ നമ്മളെ ഗെയിമിലേക്ക് ആഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മൾ മൈക്കിളുടെ ഹൗസ് നമുക്ക് നേരെ വീട്ടിലേക്കും. ഹലോ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമന്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്ത് നേരെ കോപ്പി ചെയ്യുക, നേരെ പേസ്റ്റ് ചെയ്ത് നെറ്റോൺ ആക്കി ചെയ്യാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുമ്പോൾ ഫയൽ ഇടും. അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ ബാക്ക് അടിച്ചാൽ അങ്ങനെ ഞാൻ സ്ഥലം കാണിച്ചു തരാം. അപ്പൊ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മാത്രം മനസ്സിലാവും. അപ്പൊ സ്ഥലം നല്ലതായി നോക്കിയിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഞാൻ പോണ സ്ഥലത്തേക്ക് തന്നെ പോകാൻ നമുക്ക്. അപ്പൊ നമ്മളെ ചുമരമിൽ ഒരു ഇമോജി ഉണ്ട്. അപ്പൊ നേരെ നോക്കാണ്ട ഇമോജി കാണുന്നത്. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അപ്പൊ ആരെങ്കിലും വീഡിയോ കണ്ടുകൊടുക്കണം ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൺ ആക്കിയിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അപ്പൊ നമ്മൾ ഈ ബീച്ച് സൈഡിലേക്കാണ് പോകേണ്ടത്. അത് നമ്മൾ ബീച്ച് സൈഡിൽ എത്തി. അപ്പൊ ഞാൻ കാണിച്ച ലൊക്കേഷൻ ഇത് കൂടെ ഇങ്ങനെ പോയാൽ നമുക്കൊരു പുതിയ സിറ്റി ഉണ്ടാക്കിയിട്ട് നമ്മൾ. അപ്പൊ ഈ സിറ്റിയിലാണ് മൈക്കിളുടെ വീട് വരുന്നത്. അപ്പൊ ഈ സിറ്റിയിൽ നിന്ന് ഇവിടെ നോക്കിയാൽ തന്നെ മൈക്കിളുടെ വീട് കാണാം. അപ്പൊ GTA കളിക്കുന്നവർക്കൊക്കെ അറിയാം. അപ്പൊ ഇതിൽ കൂടെ റോഡ് ഉണ്ട്. അപ്പൊ ഇതിൽ കൂടെ ചെറിയ റോഡ്. അപ്പൊ ഇതിൽ കൂടെ വണ്ടിയായിട്ട് ഞാൻ പോയി കാണിച്ചു തരാം. അപ്പൊ ഇതിൽ കൂടെ അല്ല മെയിൻ റോഡ് വരുന്നത്. മെയിൻ റോഡൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാൻ ബൈക്കിൽ നിന്ന് ഇറങ്ങിയാണ് കാണിച്ചു തരാം. മൈക്കിളുടെ വീട് എങ്ങനെയുണ്ട് അതേപോലെ നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. അപ്പൊ ശരിക്കും വഴി വരുന്നത് അയക്കൂടിയാണ്. അപ്പൊ ഞാൻ മൈക്കിളുടെ വീട് കാണിച്ചു തരാം. മുൻഭാഗത്ത് കാണിച്ചു തരാം. അടിപൊളി മൈക്കിളുടെ വീട് എങ്ങനെയുണ്ട് അതേപോലെ ഉണ്ടാക്കി കാണിച്ചു. അപ്പൊ ഞാൻ വീട്ടിന്റെ ഉള്ളിൽ കയറി കാണിച്ചു. ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് കയറുമ്പോ ഇവിടെ ഒരു ആളാ വരുന്നത്. ശരിക്കും ടേബിളും ഇവിടെ സോഫ ഇവിടെ സ്റ്റെപ്പ് ആയിട്ട് ലാസ്റ്റ് ഞാൻ കാണിച്ചു മുകളില്. അപ്പൊ ഇവിടെ പോകുമ്പോ ഒരു ആളെ വരുന്നത്. ഇവിടെ സോഫ ഡൈനിങ് ഹാള് വെച്ച് സെറ്റ് ചെയ്തേക്കണം. അതിന് കുറച്ച് ഡൈനിങ് ഹാൾ സോഫ വെച്ചിരിക്കണം. പിന്നെ മുന്നിൽ TV ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഇവിടെ സോഫ ഉണ്ട്. ഇത് കിച്ചൺ ആണ് വരുന്നത്. ഇതാണ് കിച്ചന്റെ സ്പേസ് വരുന്നത്. അപ്പൊ ഇവിടെ കുത്തുന്ന ഭക്ഷണം കഴിച്ചാൽ. അപ്പൊ ഇതാണ് കിച്ചൺ. പിന്നെ ഫ്രിഡ്ജ് അങ്ങനത്തെ ഐറ്റംസ് ആണ്. അൾമാര അങ്ങനത്തെ ഫ്രിഡ്ജ് എനിക്ക് അറിയാം. ഞാൻ ഈ വീടൊക്കെ കളുണ്ട്. GTA കളിക്കില്ലെങ്കിൽ വീഡിയോ കളുണ്ട്. അപ്പൊ ഇവിടെ നമ്മളെ പൂള് വരുന്നത് ബാക്ക് ഭാഗമാണ്. അപ്പൊ നമ്മളെ പൂളിന്റെ അടുത്ത് നേരെ പോവാണ്. അടിപൊളിയാണ് പൂളൊക്കെ. അങ്ങനെ ഇതാണ് നമ്മളെ പൂള് വരുന്നത്. ഇവിടെ കുത്തർക്കാനുള്ള എല്ലാ സൗകര്യങ്ങളൊക്കെ വെച്ചിരിക്കണം. അപ്പൊ സൈഡിലായിട്ടുള്ള സോഫ ആണ്, സ്റ്റെപ്പ് ആണ്, കുത്തർക്കാനുള്ള എല്ലാതും ഉണ്ട്. പിന്നെ അവിടെ സ്പേസ് ഒക്കെ ഉണ്ട്. ഇവിടെ കുത്തർക്കാൻ പൂളിൽ നീന്തിയാണ് കാണിച്ചത്. അടിപൊളി പൂളാണ്. അപ്പൊ നീന്തുണ്ട്. അപ്പൊ കുഴപ്പമൊന്നുമില്ല. നമുക്ക് നീന്താനൊക്കെ പറ്റുന്ന പൂൾ തന്നെ ആയിട്ടാണ് വരുന്നത്. അപ്പൊ നേരെ മുകളിൽ കയറിയാണ് കാണിച്ചു തരാം. അങ്ങനെ നമ്മള് പൂളിൽ കയറി. അപ്പൊ ഇതാണ് പുറകു വശം വരുന്നത്. അടിപൊളിയാണ് പുറകു വശം. അപ്പൊ ഈ വഴി പറഞ്ഞ കാർ പാർക്കിംഗ് ചെയ്യുന്നവർക്കാണ് ഇത്. അപ്പൊ GTA ഇങ്ങനെ തന്നെ കാർ പാർക്കിംഗ് ചെയ്യാത്ത ഇങ്ങനെ വയ്യൊക്കെയാണ്. അപ്പൊ ഇതിൽ കൂടെ നമ്മൾ കാർ എടുത്ത് കാണാൻ നമുക്ക് നേരെ പോകാൻ പറ്റും. അപ്പൊ നമുക്ക് നേരെ ഞാൻ സ്റ്റെപ്പ് കാണിച്ചു തരാം. അപ്പൊ ഇതൊക്കെ ഞാൻ കാണിച്ചതാണ്. നമുക്ക് ഞാൻ സ്റ്റെപ്പ് കയറിയാണ് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമ്മൾ സ്റ്റെപ്പ് കുറച്ച് ടാസ്ക് ആണ് കയറാൻ, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല. നമുക്ക് നേരെ കയറാനും കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ കയറുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ കയറിയപ്പോ രണ്ടാമത്തെ കയറിയിരിക്കണം. അപ്പൊ ഇവിടൊക്കെ എനിക്കറിയാം. ഇപ്പൊ നേരെ പോകണം. ഇത് ജിമ്മിന്റെ ബെഡ്റൂം ആണ് വരുന്നത്. നേരെ പോകണം. അപ്പൊ GTA കളിച്ചവർക്ക് കാണുന്നവർക്ക് വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം ആരൊക്കെ ബെഡ്റൂം ആണ്. അപ്പൊ താഴെ കമന്റ് ചെയ്യാനൊക്കെ അറിയണ്ടല്ലോ. അപ്പൊ ഇത് ജിമ്മിന്റെ ബെഡ്റൂം ആണ്. അപ്പൊ മൈക്കിളിന്റെ മോനാണ് ജിമ്മി തന്നെ. അപ്പൊ നേരെ ഞാൻ പോണതാണ് മൈക്കിളിന്റെ റൂം വരുന്നത്. അപ്പൊ ഇതാണ് നമ്മളെ മൈക്കിളിന്റെ റൂം തന്നെ. അത് നമ്മളെ അമാന്റെ റൂമാണ്. അമാന്റെ മൈക്കിളുടെ മോൾ തന്നെയാണ്. അപ്പൊ ഇതാണ് മൈക്കിളിന്റെ റൂം വരുന്നത്. അടിപൊളി സെറ്റ് ചെയ്തിട്ട് അടിപൊളിയാക്കി ചെയ്തിരിക്കണേ. അപ്പൊ നേരെ ഇനി പോണതാണ് അമാന്റെ റൂം വരുന്നത്. മൈക്കിള് അമാന്റെ ജിമ്മിന്റെ റൂമാണ് മുകളിൽ വരുന്നത്. ഇത് അമാന്റെ റൂമാണ് വരുന്നത്. അപ്പൊ എന്താ ഡൗട്ട് ഉണ്ട് താഴെ കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് സംശയം ഉണ്ട് താഴെ കമന്റ് ചെയ്ത് റൂം മാറിക്കണം താഴെ കമന്റ് ചെയ്യാം. തൊട്ടടുത്ത് റൂമായിരുന്നു വർക്കിംഗ് പ്ലേസാ തോന്നുന്നുണ്ട്. അപ്പൊ എന്താ കമന്റ്. അപ്പൊ ഏറ്റവും മുകളിലെത്തി. അപ്പൊ ഇതാണ് മോൾ ഭാഷ. എന്നെ അടിപൊളിയാണ് ചെയ്ത് വെച്ചിനെ. അപ്പൊ എന്തായാലും ഞാൻ ബാക്ക് ഭാഷ ഒക്കെ കാണിച്ചത്. ബാക്ക് കൂടെ സൈഡ് കൂടെ റോഡൊക്കെ ഉണ്ട്. ഈ സ്വിമ്മിംഗ് പൂളിന്റെ സൈഡിൽ കൂടിയാണ് നമുക്ക് റോഡ് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്താ വെച്ചാൽ നമ്മള് അമാന്റെ ഒക്കെ മൈക്കിളിൽ നിൽക്കാൻ പറ്റിയ സ്ഥലമാണ്. സെറ്റിൽ അങ്ങനത്തെ ഒക്കെ കളിക്കൂല അങ്ങനത്തെ സ്ഥലമാണ്. അപ്പൊ ഇത് GTA എങ്ങനെയുണ്ട് അതേപോലെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. അടിപൊളിയാണ്. അപ്പൊ GTA ഇതേപോലെ തന്നെ കണ്ടു താഴെ കമന്റ്. GTA കുറെ ആൾക്കാർ കളിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് കളിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ഗെയിമിൽ നിങ്ങൾക്ക് കളിക്കാം. ഈ മോഡ് ഗെയിമിൽ ആഡ് ചെയ്തിട്ട് കളിച്ചു നോക്കാം. അപ്പൊ താനി GTA എങ്ങനെയുണ്ട്. ഞാൻ GTA കളിച്ചിട്ടില്ലല്ലോ. ഞാൻ ഗെയിം വീഡിയോ ഒക്കെ കാണലുണ്ട്. അപ്പൊ അങ്ങനത്തെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ മൈക്കിളിന്റെ വീടിന്റെ ലൊക്കേഷൻ ഒക്കെ എനിക്ക് ഏകദേശം അറിയാം. വീഡിയോ കാണാൻ എനിക്ക് എല്ലാതും അറിയാം. എവിടെ എന്തുള്ള എവിടെ അങ്ങനെയുള്ളതൊക്കെ എനിക്കറിയാം. അപ്പൊ ഇവിടെ നമ്മള് മൈക്കിളൊക്കെ ജിമ്മി അങ്ങനത്തെ അമാന്റെ ഒക്കെ കളിക്കാനുള്ള സ്പേസ് ഉള്ളത്. അപ്പൊ അടിപൊളിയാണ്. അപ്പൊ ഇത് ഇങ്ങനെ ഇവിടെ ഒരു സെറ്റിൽ അങ്ങനത്തെ ഫുട്ബോൾ അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ കളിച്ചും. അപ്പം നേരെ നമ്മള് മുന്നിൽ കൂടത്തേക്ക് റോഡ് ഉണ്ട്. അപ്പൊ ഇതാണ് മൈക്കിളിന്റെ വീട് വരുന്നത്. അടിപൊളിയാണ് വീട് വരുന്നത്. നല്ല അടിപൊളി സെറ്റ് ചെയ്ത് നമ്മൾ മുന്നിൽ കൂടെ ഒക്കെ ഞാൻ കാണിച്ചത്. ഇതിൽ കൂടെ നമ്മൾ ബൈക്ക് ആയിട്ട് വന്നത്. നമ്മൾ ഇതിൽ കൂടെ അല്ല ശരിക്കും വരേണ്ടത്. അപ്പൊ ഞാൻ വരുന്ന ലൊക്കേഷനും കാണിച്ചത്. അപ്പൊ ഇതിൽ കൂടെയാണ്. അപ്പൊ ഇത് കുറച്ചും കൂടി ഒരു കയറ്റം കയറുന്നത്. ഏകദേശം കുറച്ചൊക്കെ കയറ്റുണ്ട്. എന്നാലും കുറച്ചും കൂടെ ഒരു കയറ്റം നല്ല മോണ കയറ്റുണ്ട്. അപ്പൊ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം മൈക്കിളിന്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് സെറ്റ് ചെയ്തിരിക്കണെന്ന് അറിയാം. അപ്പൊ ഇത് ഗെയിമിൽ ആഡ് ചെയ്തിട്ട് കളിച്ച് നോക്കിയിട്ട് താഴെ കമന്റ് ചെയ്യാം. അപ്പൊ ഇതിൽ കൂടെ നമ്മൾ വന്ന റൂട്ട് വരുന്നത്. അപ്പൊ ഇതാണ് മൈക്കിളിന്റെ മുൻഭാഗം വരുന്നത്. GTA അങ്ങനെ ഉണ്ട്. അതേപോലെ തന്നെ മൈക്കിളിന്റെ വീട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അപ്പൊ ഞാൻ ബാക്ക് ഭാഷം സ്വിമ്മിംഗ് പൂളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നേരെ ബാക്ക് പോയിക്കണം. അപ്പൊ ഇതാണ് നമ്മളെ ടെറസിംഗ് ആള് കളിച്ചുന്ന സ്ഥലങ്ങൾ വരുന്നത്. അടിപൊളിയാണ്. അപ്പൊ ഇതാണ് നമ്മളെ സ്വിമ്മിംഗ് പൂൾ വരും. മൈക്കിളും അമാന്റെ ഒക്കെ ഉള്ള സ്വിമ്മിംഗ് പൂൾ വരുന്നത്. ഈ ഹൗസിനെ പറ്റില്ല താഴെ കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് ഹൗസ് ഇഷ്ടപ്പെട്ട താഴെ കമന്റ് ആയിരിക്കും മാർക്ക് ചെയ്ത്. അപ്പൊ ഞാൻ അങ്ങനത്തെ GTA മോഡ് വീഡിയോ ചെയ്തതാണ്. ഫ്രാങ്കിളിന്റെ പഴയ വീട്, ഇപ്പത്തെ വീട്, പിന്നെ മൈക്കിളിന്റെ വീട് ഇപ്പൊ ചെയ്ത്. അപ്പൊ അങ്ങനത്തെ താല്പര്യം ഉണ്ട് താഴെ കമന്റ് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.